വെൽക്കം ടു മെട്രോ മാറ്റിനി. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. സിനിമ പോലൊരു ലോകം, അവിടെ 42 പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയിരിക്കുന്നത്. എല്ലാം ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര. തമിഴിലും മലയാളത്തിലുമെല്ലാം ഹിറ്റടിച്ച് മുന്നോട്ടു പോകുന്നു മഞ്ജു വാര്യർ. മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് സിനിമകളും. മിസ്റ്റർ എക്സ് ആണ് മഞ്ജു വാര്യരുടെ പുതിയ സിനിമ. ആര്യ, ഗൗതം കാർത്തിക്, ശരത് കുമാർ എന്നീ താരങ്ങൾ അണിനിരത്തുന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണ് മഞ്ജു ഇപ്പോൾ. കഴിഞ്ഞ ദിവസം മിസ്റ്റർ എക്സ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കൊറിയൻ പ്രെപ്പി ലുക്കിലാണ് മഞ്ജു പ്രത്യക്ഷപ്പെട്ടത്. പരിപാടിയിൽ നിന്നുള്ള ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ അതിവേഗം പ്രചരിക്കുകയും പലരും താരത്തിന്റെ പുതിയ ശൈലിയെ പുകഴ്ത്തുകയും ചെയ്തു. മാത്രമല്ല, ഈ ചിത്രങ്ങൾ ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ പരിപാടിക്കായി മഞ്ജു ഒരു വെസ്റ്റ് ഓവർ ഷർട്ട് വേഷമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഡ്രാമ, പോപ്പ് താരങ്ങൾക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഈ വസ്ത്രധാരണം താരത്തിന് യുവത്വവും എന്നാൽ പ്രൊഫഷണലുമായ ഒരു ഭാവം നൽകുന്നുണ്ട്. ഇത് മഞ്ജുവിന്റെ നിലവിലെ ഫാഷൻ സങ്കല്പങ്ങളുമായി ചേർന്ന് പോകുന്നതുമാണ്. ആരാധകർ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വ്യാപകമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ജുവിന്റെ ഈ വസ്ത്രധാരണം കൊറിയൻ സ്ട്രീറ്റ് ഫാഷൻ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ. അഴഞ്ഞ ഓവർസൈസ്ഡ് ലെയറുകളും വൈഡ് ലെഗ് ജീൻസും ധരിച്ചപ്പോൾ അത് ഒരേ സമയം ലാളിത്യവും ആകർഷണീയവുമുള്ളതായി മാറി. ലളിതമായ നിറങ്ങൾ മൊത്തത്തിലുള്ള രൂപത്തിൽ മിഴിവേകുന്നുണ്ട്. ആരാധകരിൽ പലരും ഇതിനെ വലിയ കയ്യടി നൽകുന്നുമുണ്ട്. സൗകര്യവും സ്റ്റൈലും ഒരുപോലെ സമന്വയിപ്പിച്ച ഈ വസ്ത്രം പ്രൊമോഷൻ പരിപാടികൾക്ക് ഏറെ അനുയോജ്യമാണ്. ഈ ചിത്രങ്ങൾ ആഗോള ഫാഷൻ ട്രെൻഡുകളോടുള്ള താരത്തിന്റെ താല്പര്യം വ്യക്തമാക്കുന്നു. കൊറിയൻ പ്രെപ്പി ഫാഷൻ യുവ പ്രേക്ഷകർക്ക് വലിയ ആകർഷണമാണ്. മഞ്ജുവിന്റെ സ്റ്റൈലിനെ നിരവധി ആരാധകർ ജനപ്രിയ ഡ്രാമ കഥാപാത്രങ്ങളാക്കി താരതമ്യം ചെയ്യുന്നുമുണ്ട്. ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷയെക്കുറിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. എന്നാൽ ചില മോശം കമന്റുകളും ഇതേക്കുറിച്ച് വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണഗതിയിൽ മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ വളരെ കുറച്ച് മോശം കമന്റുകളാണ് ഉണ്ടാകാറുള്ളത്. മഞ്ജു ആകട്ടെ അതിന് യാതൊരു പ്രാധാന്യവും നൽകാറില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഇക്കഴിഞ്ഞ ദിവസം പുതിയ കൊറിയൻ പ്രെപ്പി ലുക്കിൽ എത്തിയപ്പോഴാണ് മഞ്ജുവിന് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് നേരിടേണ്ടി വന്നത്. ഒരു ആരാധകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മാഡം, നിങ്ങൾ കണ്ടാൽ നല്ല പ്രായം തോന്നുന്നുണ്ട്. ഒരു കുട്ടിക്കുപ്പായം ഇട്ടത് കൊണ്ടൊന്നും അത് മാറാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് പ്രായത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുക. പ്രായം എല്ലാവരെയും പിടികൂടും, അതിന് സങ്കടമൊന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. ചുറ്റുമുള്ളവരുടെ വാക്ക് കേട്ട് കുട്ടിക്കുപ്പായവും ഇട്ട് നടന്നാൽ നിങ്ങൾ ഒരു കോമാളിയായി മാറും ഇപ്പോഴത്തെ പോലെ എന്നുള്ളതാണ് കമന്റ്. അതേസമയം ഇതിന് ആരാധകർ തന്നെ തക്കതായ മറുപടികളിൽ നൽകുന്നു. മഞ്ജു വാര്യരെ ഒരു ഫാഷൻ റെഫറൻസായി പലരും കണക്കാക്കുന്നുണ്ട്. പ്രധാനമായും മലയാള സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നടി വസ്ത്രങ്ങളിൽ പലപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്താറുള്ളതാണ്. പരമ്പരാഗത സാരികളും അത്യാധുനിക വസ്ത്രങ്ങളും മുൻപ് അവർ പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും കയ്യടികൾ കൂടുതൽ ലഭിച്ചു. ഈ ചിത്രങ്ങളൊക്കെയും വലിയ രീതിയിൽ വൈറലായി. എന്നാൽ ഇത്തരത്തിലുള്ള ചില മോശം പ്രതികരണങ്ങൾ ഇടയ്ക്ക് മഞ്ജു നേരിടേണ്ടി വരുന്നു. മാത്രമല്ല, താരത്തിന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മോശമായ കമന്റിലൂടെ പ്രതികരിക്കുന്നവരും കുറവല്ല. ഇത്രയൊക്കെയാണ് എങ്കിലും സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കുള്ള സ്വീകാര്യത വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളിൽ വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതേസമയം റയാൻ മിഥുനുമായുള്ള അഭിമുഖത്തിന്റെ മഞ്ജു പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ. ഉപദേശം തരാനാകില്ല, അമ്മയാണ് ജീവിക്കുന്ന ഉദാഹരണം. അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്നും ബോബനും മോളിയും പോലെയായിരുന്നു എന്നൊക്കെയാണ് മഞ്ജു പറയുന്നത്. എപ്പോഴും ഒരുമിച്ചായിരുന്നു. അച്ഛൻ 2018 ക്യാൻസർ ബാധിച്ച് മരിച്ചു. അമ്മ എങ്ങനെ ഇത് മറികടക്കും എന്നതായിരുന്നു എന്റെയും ചേട്ടന്റെയും പ്രധാന ആശങ്ക. ഞങ്ങൾക്ക് ജോലിക്ക് പോകണം. അമ്മയുടേതായ പാഷൻ കണ്ടെത്തി. തന്റെ ഒറ്റപ്പെടൽ മക്കൾക്ക് ബാധ്യതയാകാതിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചു. ഡാൻസ്, മ്യൂസിക് ക്ലാസ്സുകളിലെല്ലാം പോയി എഴുതി. കേരളത്തിലെ പ്രമുഖ മാഗസിനിലെ കേരളം റൈറ്ററാണ് എന്നമ്മ. സമൂഹത്തിനൊപ്പം യാത്ര ചെയ്യുന്നു. അമ്മ ക്യാൻസർ സർവൈവർ ആണ്. ഏത് പ്രായത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് അമ്മ തെളിയിച്ചു. അമ്മ എന്നോടൊന്നും പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും തന്റേതായ സന്തോഷം കണ്ടെത്തുകയാണ് അമ്മ എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഏത് ഉപദേശത്തെക്കാളും തനിക്ക് വലുത് അമ്മയാണെന്ന ഉദാഹരണം കൂടെ മഞ്ജു പറഞ്ഞു വെക്കുന്നുണ്ട്.
ജീവിതം വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കുള്ള ഉപദേശം മഞ്ജു വാര്യർ ഇത്തരത്തിൽ പങ്കുവയ്ക്കും. നിങ്ങൾ എത്രത്തോളം ശക്തരായിരിക്കുക, അതൊക്കെ തന്നെയാണ് മഞ്ജു പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.